കുട്ടികളെയും കൂട്ടി മടങ്ങി വരും വഴിയാണ് അനീഷിന്റെ നെഞ്ചുലച്ചു കളഞ്ഞ ആ സംഭവം ഉണ്ടായത്. ബേത്തൂർ പാറയിൽ നിന്നും പള്ളഞ്ചിയിലേക്ക് പോവുകയായിരുന്ന അനീഷിന്റെ ഓട്ടോയ്ക്കു പിന്നിൽ നിയന്ത്രണം വിട്ടെത്തിയ ഒരു കാർ ഇടിച്ചു കയറുകയായിരുന്നു. അനീഷിന്റെ ഓട്ടോയിൽ 3 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. മൂവരും ബേത്തൂർപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ച അപകടം അനീഷിന്റെ ഉള്ളുലച്ചു കളഞ്ഞു എന്നതാണ് സത്യം. കുട്ടികളെ ചോരയിൽ കുളിച്ചു കണ്ടപ്പോൾ സ്വന്തം മക്കളെ പോലെയാണ് അനീഷിന് തോന്നിയത്. പിന്നെ അനീഷിന് ആ കാഴ്ച കണ്ടു നിൽക്കാനോ സഹിക്കാനോ ആയില്ല. പിന്നാലെയാണ് കുട്ടികളെ ആശുപത്രിയിലാക്കിയ ശേഷം തകർന്ന ഹൃദയവുമായി അനീഷ് ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തിയത്. തുടർന്ന് അവിടെ വച്ച് കയ്യിൽ കരുതിയിരുന്ന ആസിഡ് എടുത്ത് കുടിക്കുകയായിരുന്നു. നാട്ടുകാരാണ് അനീഷിനെ അവശനിലയിൽ കണ്ടെത്തിയതും ആദ്യം കാസർഗോഡെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മംഗലാപുരത്തെ ആശുപത്രിയിലേക്കും മാറ്റിയത്. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു. ഭാര്യ വീണയും വിദ്യാർത്ഥികളായ നീരജ്, ആരവ് എന്നീ 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഈ അനീഷ്. അതാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്.